എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇപ്പം ഫോൾ സീസണാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സീസണാണ് കേട്ടോ ഫോൾ സീസൺ. അപ്പോൾ ഈ സമയത്ത് എനിക്കൊരു ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇലകളൊക്കെ പല കളേഴ്സിലായിട്ട് നിൽക്കുന്നതും അത് കൊഴിഞ്ഞ് കിടക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ നേച്ചർ കാണാൻ നല്ല അടിപൊളിയാണ്. അപ്പം ഈ സമയത്ത് ഞാൻ കഴിഞ്ഞ വർഷവും ഒരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ വർഷവും അതുപോലെ എന്തെങ്കിലും ഒരു റീൽസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പുറത്ത് പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബിഹൈൻഡ് ദ സീൻ അല്ലെങ്കിൽ ഒരു ബിഹൈൻഡ് ദ ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് ഇപ്പം വീട്ടിൻ്റെ അകത്ത് നിന്നിട്ടുള്ള മിനി വ്ളോഗ്സും അതുപോലെ പുറത്തുനിന്നുള്ള വീഡിയോസൊക്കെ ആരെങ്കിലും എടുത്തു തരുന്നുണ്ടോ, എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ. അപ്പം വീട്ടിൻ്റെ അകത്ത് നിന്നിട്ടുള്ള മിനി വ്ളോഗ്സൊക്കെ ഞാൻ കൂടുതലും ട്രൈപോഡ് വെച്ചിട്ടാണ്. ചിലപ്പോൾ ഒക്കെ അനീഷ് ഹെൽപ്പ് ചെയ്യും. പക്ഷെ എൻ്റെ കൂടുതലും എൻ്റെ പുറത്ത് ഫോട്ടോ എടുക്കുന്നതും റീൽസൊക്കെ എടുത്തു തരുന്നത് അനീഷാണ് കേട്ടോ. അതും പ്രൊഫഷണൽ ക്യാമറയിൽ തന്നെ എടുത്തു തരുന്നത്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എൻ്റെ ഒരു ബിഹൈൻഡ് ദ ഫോട്ടോഷൂട്ട്. അപ്പോൾ ഞാൻ ഇപ്പം റെഡിയാവാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ റെഡിയാവുന്ന ചെറിയൊരു ക്ലിപ്സും കൂടെ കാണിച്ചു തരാമെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ അടുത്തൊരു സെമിട്രി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവിടെയാണ് എടുത്തത്. അപ്പം നല്ല ഒരു ഫോൾ കളേഴ്സൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അത് അവിടെ നല്ലതുണ്ടെങ്കിൽ നമ്മളിന്ന് അവിടെ പോയി എടുക്കും, ഇല്ലെങ്കിൽ നമുക്ക് പാർക്കിലൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് മുടി ഒന്ന് ജസ്റ്റ് ഇവിടെയൊക്കെ കുറച്ച് കേളായിട്ടിരിക്കുന്നുണ്ട്, അതൊന്ന് സ്ട്രെയിറ്റ് ചെയ്യണം. പിന്നെ ഒന്ന് ജസ്റ്റ് വേവി ആക്കി ചെയ്യാമെന്നും കൂടെ ആട്ടോ വിചാരിക്കണം. അപ്പോൾ നമുക്കത് ആദ്യം ചെയ്യാം. അപ്പോൾ നമ്മുടെ മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് അടിയിൽ ജസ്റ്റ് ഒന്ന് കേൾസ് അല്ല, ഒരു വേവി പോലെ ആക്കി. അപ്പോൾ നമുക്കിനി ഡ്രസ്സ് ഇട്ടിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടു. ഞാൻ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഫുൾ റെഡിയായി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു മിനി സ്കേർട്ടും പിന്നെ ഇങ്ങനെ ഒരു സ്വെറ്റർ, ഒരു ഇങ്ങനെ ഓഫ് ഷോൾഡറായിട്ട് കിടക്കുന്ന ഒരു ഇതുപോലെ ഓഫ് ഷോൾഡറായിട്ട് കിടക്കുന്നത് അപ്പോൾ ഒന്ന് ഇറക്കിയിടണം. അപ്പോൾ അതുപോലത്തെ ഒരു ടോപ്പും സ്വെറ്റർ ടോപ്പും ഒരു മിനി സ്കേർട്ടുമാണ് ഇടുന്നത്. ഞാൻ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഇനിയിപ്പം കുറച്ച് മേക്കപ്പൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് കാണാം. അപ്പോൾ നമ്മൾ ഫുൾ മേക്കപ്പൊക്കെ ചെയ്ത് ഫുൾ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഞാൻ പുറത്ത് പോകുമ്പം കാണിച്ചു തരാം എൻ്റെ ഡ്രസ്സ് ഫുള്ള്. അപ്പോൾ നമുക്കിനി പുറത്തോട്ട് പോവാം. ആക്ച്വലി ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. സെമിട്രി ആണ് കേട്ടോ. സെമിട്രിയുടെ ഉള്ളിൽ കുറേ ഉണ്ട്. ഇത് മൗണ്ട് പ്ലസന്റ് സെമിട്രി എന്നല്ല പേര്. കുറേ ദൂരം ഉണ്ട്. ഇതിൻ്റെ ഒത്തിരി ദൂരം ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ അടിപൊളി മരം, നല്ല അടിപൊളി കളേഴ്സ് ആയിട്ടുണ്ട്. നമുക്ക് പോവാം. ഇലകളൊക്കെ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷേ കുറേ ഒക്കെ പച്ചയായിട്ടാണ്, മഞ്ഞ വരുന്നേ ഉള്ളൂ. ആ പിങ്ക് കണ്ടോ, ആ പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അത് അടുത്ത് പോയിട്ട് കാണിച്ചു തരാം. ഈ ക്യാമറയിൽ അത്ര ഭംഗി കാണില്ല, പക്ഷെ നേരിട്ട് കാണാൻ ഇത് ഭയങ്കര ഭംഗിയാട്ടോ. ഇവിടെ അടിപൊളിയാണിത്. അപ്പം ഇവിടെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഈ മരവും ഇതാട്ടോ സെമിട്രി. അപ്പോൾ നമ്മൾ
ഫോട്ടോസൊക്കെ എടുക്കാൻ പോവാം. നമുക്ക് ഫസ്റ്റ് ലൊക്കേഷൻ ഇവിടെ വെച്ചിട്ട് എടുക്കാം. മാറ്റി നമ്മളുടെ അടുത്ത ലൊക്കേഷനിലോട്ട് വന്നു കേട്ടോ. ഇത് നമ്മൾ പാർക്കിൽ തന്നെയാണ് വന്നത്. നമ്മൾ സെമിട്രിയിലായിരുന്നു ആദ്യം വീഡിയോസൊക്കെ എടുത്തിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം നല്ല കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ലീഫൊക്കെ നല്ല കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമ്മളവിടെ പോയപ്പം കളേഴ്സൊന്നും അത്ര ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ നേരെ ചേഞ്ച് ചെയ്ത് നമ്മുടെ പാർക്കിലോട്ട് വന്നു. കാരണം പാർക്കിൽ കുറച്ചും കൂടെ ഇതുപോലെ ലീവ്സൊക്കെ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് കാണാൻ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ ബാക്കി ഷൂട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ്. നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഇതുപോലെ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ ചെയ്യാന്നുള്ളത്. അതിൽ എനിക്കിഷ്ടം ക്യാമറയുടെ ഫ്രണ്ടിൽ വരാനാണ്. അനീഷിന് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ തീരെ താല്പര്യമില്ല. കൂടുതലും എടുത്തു തരാനാണ് ഇഷ്ടം. ഞാനിങ്ങനെ ഇടയ്ക്ക് റീൽസിനൊക്കെ വേണ്ടിയിട്ട് എടുത്തു തരാൻ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് അനീഷിനാണ് കേട്ടോ. ഞാൻ ചിലപ്പം വീക്കെൻഡൊക്കെ ആണല്ലോ നമുക്ക് കൂടുതലും ഇതുപോലെ ടൈം കിട്ടുന്നത് ചെയ്യാൻ. അപ്പോൾ വീക്കെൻഡ് ടൈമിൽ ഞാനിവിടെ മടി പിടിച്ച് ഇവിടെ സോഫയിൽ ടി വി ഒക്കെ കണ്ടിരിക്കുമ്പോൾ അനീഷാണ് നിർബന്ധിച്ച് വാ വീഡിയോ എടുക്കണ്ടേ, റീൽസിന് എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോണത്. അപ്പം അനീഷിനും ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് റീൽസൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പല വീക്കെൻഡ്സൊക്കെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ രണ്ടുപേരും കൂടെ ഉള്ളൊരു കപ്പിൾ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഈ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നല്ലൊരു രസവുമാണ്. നമ്മളിതേ ഈ വീഡിയോ ഷൂട്ടിൽ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ സാധനം നമ്മൾ റീസെൻ്റ്ലി മേടിച്ചതാണ് കേട്ടോ, ഈ ബബിൾസ് വരുന്നൊരു മെഷീൻ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ അനീഷിൻ്റെ ഒരു ക്രേസാണ് കേട്ടോ. ഈ ക്യാമറ കൈകാര്യം ചെയ്യാൻ ഇഷ്ടമുള്ള പോലെ തന്നെ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടീസ് മേടിച്ച് വെച്ച് അത് വെച്ചിട്ട് ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്താനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് എനിക്ക് റീൽസിന് വേണ്ടിയിട്ട്, ഐ മീൻ ഒരു ഫോൾ ഷൂട്ടിന് വേണ്ടിയിട്ടൊരു റീൽ എടുത്തു തരണം എന്ന് പറഞ്ഞപ്പോൾ അനീഷ് നമ്മുടെ തീമുവിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഈ ഒരു സംഭവം. നേരത്തെ പറയുന്നുണ്ടായിരുന്നു ബബിൾസ് വരുന്നൊരു മെഷീൻ മേടിക്കണമെന്ന്. അങ്ങനെ നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ കേട്ടോ അത് വെച്ചിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ. അപ്പോൾ നമ്മുടെ ഷൂട്ടിംഗ് ഏകദേശം കഴിയാറായി, സൺസെറ്റായി, അപ്പോൾ ഇരുട്ടായി തുടങ്ങി. നമ്മൾ ഈ മെഷീനിൽ ബബിൾസ് ഇട്ടിട്ട് ബബിൾസൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. നോക്കാം നല്ലതാണ്, നല്ല രസമാട്ടോ ഇത് കാണാൻ വേണ്ടി. ഇതുണ്ടോ കുറേ ബബിൾസ്, നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ടും വീഡിയോയും എല്ലാം എടുത്തു തന്ന് നമ്മൾ പാക്കപ്പ് ചെയ്യാണ്. എല്ലാ സാധനങ്ങളും എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. കുറേ ഇങ്ങനെ ഇലകൾ കിടക്കുന്ന കാണാൻ നല്ല ഭംഗി. അപ്പോൾ നല്ലായിരുന്നു, നമുക്ക് കുറച്ച് അടിപൊളിയൊക്കെ ഫോട്ടോസ് കിട്ടിയെന്ന് തോന്നുന്നു. വീഡിയോ നോക്കുമ്പോൾ നമുക്ക് അത് റീൽസൊക്കെ ആക്കാം.
ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോസും റീൽസൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ യൂട്യൂബിലും അതിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഇടാം. അതുപോലെ തന്നെ ആ വീഡിയോസും ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഇടാം കേട്ടോ. ഫോട്ടോസും വീഡിയോസും എല്ലാം ഇടാം. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ചെറിയ ബിഹൈൻഡ് ദി സീൻ ഓഫ് മൈ ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം റീല്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഒരു ബൈ പറഞ്ഞ് എടുത്തു വയ്ക്കുന്നതിൻ്റെ തിരക്കാണ്. വാ കാണിക്കണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ആൾക്ക് ക്യാമറയിൽ നിന്നും വരാൻ അത്ര താല്പര്യമില്ല. പുറകിൽ നിന്ന് എല്ലാം എടുത്തു തരാനാണ് ഇഷ്ടം. ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് ചെയ്യാനൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല. അപ്പോൾ നമ്മൾ എല്ലാം എടുത്തു പാക്ക് ചെയ്തു. നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. നമുക്കപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.